എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുട്ടി ഹോൾ വീഡിയോ ആണ്. ഞാൻ സ്മിറ്റിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിരുന്നു, അത്രയുണ്ട്. അപ്പൊ ഹോൾ വീഡിയോ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഇതിന്റെയൊക്കെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും തന്നെ യൂസ് ചെയ്ത് നോക്കി. അപ്പൊ ഇതിന്റെ കുട്ടി കുട്ടി റിവ്യൂസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പൊ അടുത്ത തവണ നിങ്ങൾ സ്മിറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. ഫസ്റ്റ് തന്നെ സ്മിറ്റിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കണേന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ്സ് അല്ലെ ക്രെഡിറ്റ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്മിറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലാതെ നൈക്കിയിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ നമുക്ക് വാങ്ങിക്കാം. പക്ഷെ ഇങ്ങനെ ക്രെഡിറ്റ് വെച്ച് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടി പൈസ കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം, എന്നിട്ട് നമുക്ക് ആ സെക്ഷനിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇത്തവണ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് മോയ്സ്ചറൈസറും ഷാമ്പൂ ഒക്കെയാണ്. കാരണം എന്റെ ഷാമ്പൂ എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയിട്ട് നല്ലത് നോക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലമ്മിന്റെ ഒരു ഡേ ക്രീം ആണ്. ഇത് SPF 50 ഉണ്ട്, SPF 50 ഉണ്ട്, PA++ ഒക്കെ ഉണ്ട്. സൺസ്ക്രീൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യാം. സൺസ്ക്രീൻ ഒരു പക്ഷെ എങ്ങും ക്ലെയിം ചെയ്യുന്നില്ല. ഒരു ഡേ ക്രീം എന്നാണ് അവർ ഇതിനെ പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് 2 ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. കണ്ടോ നല്ല തിക്കാണ് കേട്ടോ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇതാണ് ഇതിന്റെ അവസ്ഥ. ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് എന്നല്ല, ഇത് ബ്ലെൻഡ് ആവത്തില്ല. നമ്മ ഇത് ഒരച്ച് നമ്മുടെ ഉപ്പാട് എടുക്കും. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ മുഖത്ത് സൺസ്ക്രീൻ ഇടുന്ന പോലെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നില്ലായിരുന്നു. കുറേ നേരം ഞാൻ ഇരുന്ന് ഇങ്ങനെ ചെയ്താണ് അവസാനം ഒന്ന് സെറ്റ് ആക്കി എടുത്ത്. കണ്ടോ, ഇത്രയും നേരം ഞാൻ ഇട്ട് ഉരച്ചിട്ടും ഇതായിട്ടില്ല. സോ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതിന്റെ സ്മെല്ലുണ്ട്, ഒരു ജാസ്മിന്റെ പോലത്തെ മുല്ലപ്പൂല്ല, അതിന്റെ ആ ഒരു ഫ്ലേവർ അല്ല, നല്ലൊരു ആ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇത് പ്രൊഡക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതിന് ഞാനൊരു ഔട്ട് ഓഫ് 5 ഒരു 1 തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു 1 കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഗൈസ്. അടുത്തത് നമുക്ക് പ്ലമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായ പ്രൊഡക്റ്റ് ആണ്. ഇത് പ്ലമ്മിന്റെ ഈ ലൂമിനസ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതും ഓക്കെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. നേരത്തെ അത്രയും തിക്നെസ് ഇല്ല, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ആണ്. കണ്ടത് കുറച്ച് ലൈറ്റ് കൺസിസ്റ്റൻസി ആണ്, പക്ഷേ ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. പിന്നെ ഒട്ടും തന്നെ ഒരു ഷൈനിങ് ഇല്ല. നമ്മൾ ലൂമിനസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്ലോയോ കാര്യങ്ങളോ വേണ്ട, അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് കണ്ട ഇങ്ങനെ അബ്സോർബ് ആവാൻ നല്ല ടൈം എടുക്കുന്ന പോലെ തോന്നി. അപ്പൊ മുഖത്ത് ഇതൊക്കെ പെട്ടെന്ന് ഇട്ട് പോകാനല്ലേ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുന്നത്. കണ്ട ഒരു ഫിനിഷിങ് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. ഇതിനൊരു 2 കൊടുക്കാം. ഔട്ട് ഓഫ് 5 ഞാൻ വെറും 2 കൊടുക്കുന്നുള്ളൂ. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതിനും സ്മെല്ലുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു തരം നല്ല കാമിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ബ്ലെൻഡ് ചെയ്യാനും പിന്നെ ഒരു സ്റ്റിക്കിനെസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് വേർത്തായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞിട്ട്. ചില പ്രൊഡക്ട്സ് നമുക്ക് അങ്ങനെ സ്യൂട്ട് ആയിട്ടില്ലെങ്കിൽ അങ്ങനെ വേർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഓക്കെ അത്രേ പറയാനുള്ളൂ. പിന്നെ ഇനി ഷാമ്പു ആണ്. ഇത് ജസ്റ്റ് ഹെർബ്സിന്റെ ഒരു ഷാമ്പു ആണ്. എനിക്ക് തോന്നുന്നു അലോവേറ പ്ലസ് വീറ്റിന്റെ ഒരു ഷാമ്പു ആണ്. ഷാമ്പുവിന്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 3 ക്രെഡിറ്റ് എന്തോ ആയിരുന്നു. അങ്ങനെ ഒരു കോംബോ ഞാൻ വാങ്ങിച്ചിരുന്നു. അതിലുള്ള ഒരെണ്ണാണിത്. ഇത് അത്യാവശ്യം നല്ല ഷാമ്പു ആണ്. എന്റെ ഫ്രിസ്നെസ് ഒന്ന് കൺട്രോൾ ആക്കണ പോലെ എനിക്ക് തോന്നി. ഇതിനൊരു 3 കൊടുക്കാം. ഔട്ട് ഓഫ് 5 നമുക്ക് 3 കൊടുക്കാം. ഓക്കെ, ഇതും നോർമൽ കൺസിസ്റ്റൻസി ആണ്. ആദ്യ ഷാമ്പു ഞാൻ പറയണ്ടല്ലോ, ഒരു സ്മെല്ലുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഒരു കാമിങ് സ്മെൽ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് തന്നെ പറയാനൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു ഷാമ്പു ആണ്. ഇത് പ്ലമ്മിന്റെ ഒരു ഷാമ്പു ആണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളും അവരുടെ സൈറ്റിൽ ഉണ്ടായതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഷാമ്പു തീർന്നിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇതാണ് വാങ്ങിക്കാനായിട്ട് വെച്ചത്. 250 ml വാങ്ങിക്കാതിരുന്നപ്പോഴാണ് സ്മിറ്റിനെ കയറി ഞാൻ സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണിത്. ഇത് പക്ഷേ ഞാൻ യൂസ് ചെയ്തു ഗൈസ്. ഇത് യൂസ് ചെയ്തപ്പോൾ എന്റെ ഉള്ള ഫ്രിസ് കൺട്രോൾ ആയിട്ടില്ല, പകരം ഫ്രിസ് കൂടിയിട്ടുമില്ല. അതാണ് ഇതിന്റെ റിസൾട്ട് എനിക്ക് തോന്നിയത്. ഫ്രിസ് കൂടിയിട്ടില്ല, കുറച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ വലിയ അടിപൊളിയായിട്ട് എന്റെ മുടി കൺട്രോൾ ആയി ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു 3.5 കൊടുക്കാം. 3.5 റേറ്റിംഗ് ഔട്ട് ഓഫ് 5, അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തൊരു ഷാമ്പു ആണ്. ഞാൻ പറഞ്ഞല്ലോ ഷാമ്പു ഞാൻ കുറെ വാങ്ങിച്ചിരുന്നു. ഇത് മാമാ എർത്തിന്റെ ആണ്. മാമാ എർത്തിന്റെ ഒനിയൻ റേഞ്ചിൽ വരുന്ന ഒരു ഷാമ്പു ആണ്. പക്ഷെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഷോർട്സിൽ വല്ല റിവ്യൂ പറയാം കേട്ടോ. നോർമൽ ഒരു 2 പാക്കേജിങ്, വേറെ പ്രത്യേകിച്ച് അതിൽ പറയാനൊന്നുമില്ല. അടുത്തതും ഒരു ഷാമ്പു ആണ് ഗൈസ്. ഇത് ഓസോൺ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഏതോ ഒരു ബ്രാൻഡിന്റെ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ബ്രാൻഡ്. പക്ഷെ കോംബോയിൽ വന്ന ഒരെണ്ണമാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് റിവ്യൂ പറയാൻ വയ്യ.
ഒരു തരം വൃത്തിയായിട്ട സ്മെല്ലാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ഇതിന്റെ റിവ്യൂ എന്തായാലും ഷോർട്സിലിട്ട് നിങ്ങളെ അറിയിക്കാം. ഇതൊക്കെ എനിക്ക് തോന്നിയാൽ പറയില്ല. കോംബോയ്ക്ക് 3 ആയിരുന്നു ക്രെഡിറ്റ്, ബാക്കിയെല്ലാം 2 വെച്ചിട്ടായിരുന്നു. നമ്മൾ ക്രെഡിറ്റ് വെച്ചിട്ട് എനിക്ക് 12 ക്രെഡിറ്റോളം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ 12 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ ക്രെഡിറ്റിന്റെ പ്രൊഡക്ട്സ് ആണ് എടുക്കണമെങ്കിൽ എനിക്ക് 12 പ്രൊഡക്ട്സോളം കിട്ടും. ഞാൻ പക്ഷെ അങ്ങനെയല്ല എടുത്തേക്കണത്, 2ന്റെ 3ന്റെ 4ന്റെ ഒക്കെയാണ്. അതാണ് എനിക്ക് ഇത്രയും കുറച്ച് പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പൊ സ്മിറ്റനിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് നോക്കി വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പ്രൊഡക്ട്സ് അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് ഒരു ഹെയർ സെറാണ്. ഇതിന്റെ ബ്രാൻഡ് ഇത് ട്രിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രൊണൗൺസ് ചെയ്യണം, കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ഈ ബ്രാൻഡിന്റെ ഹെയർ സെറാണ്. ഇത് അത്യാവശ്യം നല്ലതാണ്. എന്റെ ഹെയർ നല്ല ഫ്രിസി ഹെയർ ആണ്. ഇപ്പൊന്ന് മാനേജബിൾ ആണ്, അല്ലെങ്കിൽ നല്ല ഫ്രിസി ഹെയർ ആണ്. ഞാൻ അപ്പോൾ ഉപയോഗിച്ച് നോക്കി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പക്ഷെ എനിക്ക് ഒരു 3/4 കുപ്പിയെ തന്നുള്ളൂ. ഇവർക്ക് സാമ്പിളെങ്കിലും ഫുൾ കുപ്പി തന്നൂടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നല്ലതാണ്. ഇതിന് നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ഷാമ്പു ആണ്, സോറി നല്ല ഹെയർ സെറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് നമുക്ക് 4.5 കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇതാണ് 4 ക്രെഡിറ്റിന്റെ ഞാൻ വാങ്ങിച്ചത്. 4 ക്രെഡിറ്റ് ആണ് ഇതിന്. ഇത് ജെനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഐലൈനർ ആണ്. ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ബ്രാൻഡോ എനിക്കൊരു കൊറിയൻ ബ്രാൻഡാന്ന് തോന്നുന്നു. ഇതിന്റെ റിവ്യൂ ഒന്നും ഞാൻ ഗൂഗിളിൽ ഞാൻ കണ്ടേയില്ല. ഇതാ ഇങ്ങനെ കണ്ട, ഇതാണ് സംഭവം. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത്, എനിക്ക് ഐലൈനർ വേണമായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിത് 3-4 തവണയായി ഉപയോഗിക്കണത്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഐലൈനർ ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ഒക്കെ തന്നെയാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്, പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ സംഭവം. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവ് പറയാൻ എനിക്കൊന്നും പേഴ്സണലി ഫീൽ ചെയ്തില്ല. നല്ലൊരു ഐലൈനർ ആയിട്ടാണ് തോന്നിയത്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ മേബിലിന്റെ പോലെ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി എന്തുകൊണ്ടും നല്ലതാണ്. ഇത് എന്തായാലും ഒരു 4 എന്തായാലും കൊടുക്കാം. അപ്പൊ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. ഇനി സ്മിറ്റിനിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ സ്മിറ്റിൻ ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് 6 ക്രെഡിറ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് പുതിയതായിട്ട് ലോഗിൻ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അവർ അല്ലാതെ കുറെ ഓഫേഴ്സ് കാണിക്കും. 1 രൂപ കൊടുത്താൽ നമുക്ക് 6 ക്രെഡിറ്റ് കിട്ടും, 2 രൂപ കൊടുത്താൽ അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് എത്ര ക്രെഡിറ്റ് കിട്ടുന്നോ അത്രയും ക്രെഡിറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഇതാണ് അതിന്റെ ലോജിക്ക്. അപ്പൊ 1 ക്രെഡിറ്റിന്റെ പ്രൊഡക്ട്സ് ഉണ്ട്, 2 ക്രെഡിറ്റിന്റെ ഉണ്ട്, 4 ക്രെഡിറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഐലൈനർ ഒറ്റ ഒരു പ്രൊഡക്റ്റ് 4 ക്രെഡിറ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പകരം 4 പ്രൊഡക്റ്റ് 1 ക്രെഡിറ്റിന്റെ വെച്ച് വാങ്ങിക്കായിരുന്നു. അത് നമ്മുടെ ലോജിക്കും നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാന്ന് നോക്കി വാങ്ങിച്ചാൽ അത്രയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ചേട്ടാ.